ഞങ്ങളെല്ലാവരും പിങ്ക് ഡ്രസ്സിലൂടെ ക്യൂട്ടായിട്ട് നിൽക്കുകയാണ് അല്ലേ? ഞാൻ ക്യൂട്ടായിട്ടുണ്ടോ? ആണോ? നന്ദയുടെ നന്ദ ഇന്നങ്ങനെ കല്യാണത്തിൻ്റെ തലേദിവസമാണ്. കല്യാണത്തിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ടൈമൊക്കെ കിട്ടിയത്. അങ്ങനെ ഇപ്പോൾ ഇതാ തലേദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളെല്ലാവരും പിങ്ക് ഡ്രസ് കോഡാണെന്ന് നമ്മൾ ഷോപ്പിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇതാ പിങ്ക് ഡ്രസ് കോഡിലേക്ക് ഇങ്ങനെ റെഡി ആയിട്ട് ഇപ്പോൾ ഇതാ പ്രോഗ്രാം നടക്കുന്ന അവിടേക്ക് വന്നിരിക്കുകയാണ്. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ അങ്ങനെ ഫാമിലീസൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ഒക്കെ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് പോലെ സംഭവമില്ലേ, അപ്പോൾ അങ്ങനെ അതൊക്കെ കിട്ടിയതിൻ്റെ ഒരു കാട്ടിക്കൂട്ടലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതാണ് അപ്പോൾ നമ്മുടെ കല്യാണ ചെക്കൻ. അപ്പോൾ ഇതാ ഹൽദിയുടെ കേക്ക് കട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു കല്യാണത്തിന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷമാണ് ഒരു കല്യാണം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഞ്ഞൾ തേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇത് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മാക്രോൺസാണ്. മറ്റേ ഹൽദിയുടെ ഇതിന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്, പക്ഷെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഫാമിലീസൊക്കെ ഇങ്ങനെ ലാസ്റ്റ് ആയപ്പോഴേക്കും പോയി തുടങ്ങി. പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസുകളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. റൈസൊക്കെ ഭയങ്കര ഫ്ലേവറായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു റിസപ്ഷനിലുള്ളത്. ബാംഗ്ലൂർ ആയതുകൊണ്ട് ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളെല്ലാവരും നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാരേജ് ഡേ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മേക്കപ്പ് ഇടലും ഹെയർ സ്റ്റൈൽ നോക്കലൊക്കെയാണ് ഇന്നത്തെ പണി. ഇത് നമ്മുടെ മാമൻ്റെ മോളാണ് കേട്ടോ പാച്ചി. അപ്പോൾ ഇവളാണ് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ നോക്കണ ആൾ. അപ്പോൾ നല്ല രീതിക്ക് മുടിയൊക്കെ കെട്ടിത്തരുന്നുണ്ട്. പല ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യും. ഓരോ ഫാമിലീസൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയും മേമയും അമ്മായിയൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് മാമൻ്റെ ചെറിയ മോളാണ്. ഞങ്ങൾക്ക് ഇനി ഹെയർ സ്റ്റൈൽ നോക്കാനും പിന്നെ മുല്ലപ്പൂവൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മുല്ലപ്പൂവൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് അങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്കിനി വേഗം ഇറങ്ങാം. അപ്പോൾ അമ്പലത്തിലാണ് കെട്ട് നടക്കുന്നത്. തെച്ചിക്കോട്ട അമ്പലത്തിലാണ് കെട്ട്. അപ്പോൾ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ വണ്ടിയൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും കയറി ഇരുന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി. ഇനി നമ്മൾ ബ്രൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് താലികെട്ടൊക്കെ കാണാം. അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇതിലിപ്പോൾ ഞങ്ങളുടെ അച്ഛനും അമ്മയും പാപ്പനും മേമയും അമ്മായും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാമൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. കല്യാണ ചെക്കൻ്റെ അനിയൻ പിന്നെ അനിയന്റെ പെണ്ണ് കേട്ടോ. അമ്മ ഹായ് പറയ്. ഇപ്പോൾ ബ്രൈഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുഹൂർത്തത്തിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുകയാണ് താലിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി. ഇത് ഞങ്ങളുടെ ഹർഷമേമയാണ്. മേമയുടെ ഇന്നത്തെ ഈ ഒരു കോമ്പിനേഷൻ കളറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ താലിക്കെട്ടൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ആനേനെ തൊഴിക്കാൻ വേണ്ടി കൊടുന്നേക്കാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടെ വീഡിയോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഇതിലൊക്കെ നടന്നു വന്നതാണ്. പക്ഷെ അതിൽ കൂടെ ഒരു കുട്ടി ഓടിയിട്ട് ആ വീഡിയോ കൊളായിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ടേക്കിന് പോയേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഹാളിക്ക് പോകണം. അപ്പോൾ അവിടെയാണ് ഇനി ബാക്കി പരിപാടിയൊക്കെ. അപ്പോൾ നമ്മൾ നല്ല വെയിലായതുകൊണ്ട് ഇപ്പോൾ സോഡയും സർബത്തൊക്കെ അങ്ങനെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഹാളിക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റേജിലൊക്കെ കയറി നേരെ ഫോട്ടോ എടുക്കലും കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുകയാണ്.
കുറേ ഫോട്ടോസ് എടുത്ത് കൂട്ടിയിട്ടുണ്ട്, കസിൻസായിട്ടും ഫാമിലീസിനായിട്ടൊക്കെ നിന്നിട്ട്. അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. നല്ല സദ്യയായിരുന്നു. ഇനി നമുക്ക് റിസപ്ഷന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ പോവാം. അപ്പോൾ ഇതാ അമ്മാമ്മയും അച്ഛനൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കാണ് ഒരുങ്ങാനുള്ളത്. അപ്പോൾ ഇതാ പാച്ചി അടുത്ത സെക്ഷൻ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട് റിസപ്ഷനുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങളുടെ അമ്മയ്ക്ക് നമസ്കാരമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. റിസപ്ഷന് വേണ്ടി ഒരുങ്ങാൻ ഞങ്ങൾക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ തട്ടിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നൈറ്റ് വരെ നിൽക്കണ്ട, അപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഈ ഒരു ലാച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്, ഈ ഒരു വൈറ്റും യെല്ലോയും ഒരു മസ്റ്റാർഡ് യെല്ലോ കളറൊക്കെ ആയിട്ട്. ബാക്കി എല്ലാവരും ഫ്രോക്കൊക്കെ ആയിരുന്നു. മാളും പൊടിയും പാച്ചി അർപ്പിതൊക്കെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ അനീഷ് മാമനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമനെ കൊണ്ട് പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് നമ്മൾ. മാമനാണ് അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ ഹാളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫാമിലീസൊക്കെ എത്തി. പിന്നെ ഇപ്പോൾ ഇതാ കേക്ക് കട്ടിങ്ങും ഫോട്ടോ സെക്ഷനും അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ പാപ്പൻ്റെയും മാമയുടെയും മോനാണ് കേട്ടോ, ആദു. അപ്പോൾ ആദുവിന് അധികം വീഡിയോസിലൊന്നും കിട്ടാറില്ല. ഇത് അവരുടെ രണ്ടാമത്തെ മോനാണ്. ഇവിടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കേക്ക് കഴിച്ചിട്ട് മൂത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തുടച്ചു കൊടുത്തതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിൽ. ബീഫും ചിക്കനും കുറേ ഉണ്ടായിരുന്നു. പിന്നെ സാലഡും പാസ്ത അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ കുറേശ്ശെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റും അതെ, അല്ലാതും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സാലഡ്സ് തന്നെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ടതും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ റൈസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ആദിശ് ഇപ്പോൾ കളിയാക്കാൻ കേട്ടോ, ഇപ്പോൾ തിന്നുമ്പോഴും വീഡിയോ എടുക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ മറ്റേ ഐസ്ക്രീമും ഫ്രൂട്ട്സും പിന്നെ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. കുറേ പ്രാവശ്യം ഞങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ റിസപ്ഷൻ്റെ ഫോട്ടോ സെക്ഷനാണ്. അങ്ങനെ ഇവിടെ ഞങ്ങളൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതില്ലേ ഞങ്ങളുടെ അമ്മായിയുടെ അനിയത്തിയുടെ കുട്ടിയാണ്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതിനെ. പിന്നെ ഇവിടെ ഇതാ ബോയ്സിൻ്റെ ഫോട്ടോ സെക്ഷൻ നടക്കുന്നുണ്ട്. പല പോസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഡാൻസൊക്കെ ആയിരുന്നു അടുത്തത്. ഡാൻസൊക്കെ പിന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. റിസപ്ഷനൊക്കെ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് പോണ നേരം ആകുമ്പോഴേക്കും ഒന്നുകൂടെയും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഫുഡ് എടുത്ത് കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഗ്രൂമിനും ബ്രൈഡിനൊക്കെ ഉള്ള ഫാമിലിക്കൊക്കെ കഴിക്കാനുള്ളതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ നേരെ ട്രാവലറിലൊക്കെ കയറി ഇനി നമ്മൾ നേരെ മാമൻ്റെ വീട്ടിൽ പോവുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് നമുക്കൊരു നീണ്ട റെസ്റ്റ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ സ്ഥിരം പോണ വഴിക്ക് ട്രാവലറിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളി അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ അധികം ദൂരമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ കണ്ണമാവനും ശരത്തൊക്കെ കൂടിയിട്ട് കസിൻസിനെ കൊണ്ടാക്കാൻ പോവാണ്, മാളുവിനും പൊടിയനെയും. അപ്പോൾ അനുശേഷിനെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോവേണ്ടി പോവുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒരു ടീം കയറി ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയിൽ. ഞങ്ങളും ഹർഷമയും പാച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും പഠിച്ച് പോവുകയാണ്. അങ്ങനെ ഓരോരുത്തർ വീട്ടിലാക്കി മാളുവിനും പൊടിയിലും വീട്ടിലിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളങ്ങനെ അനുശേഷിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്ന് നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അനുശേഷിയുടെ അമ്മ. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നൈറ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് റിട്ടേൺ വരുന്ന വഴിയിൽ നമ്മളൊരു ഷേക്കിൻ്റെ ഷോപ്പിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു മാംഗോ ഷേക്കൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു കല്യാണ ഡേ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.